കോൺവെർസേഷൻ അഥവാ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സുഖമാണോ അല്ലയോ അങ്ങനെ നമ്മൾ ചോദിക്കില്ല, അവസാനം ഒരു എക്സ്ട്രാ ടാഗ് ഇടും അല്ലെ. യു ആർ ഹാപ്പി ആർന്റ് യു, ഓപ്പോസിറ്റ് അല്ലെ. പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ക്വസ്റ്റ്യൻ യു ആർ ഹാപ്പി ആർന്റ് യു. എന്താണ് വേർ ഹി ഈസ് ദർ ഇസ്ന്റ് ഹി, അങ്ങനത്തെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ കോൺവെർസേഷനിൽ രണ്ടാൾ തമ്മിൽ സംഭാഷണം അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സംഭവം. രണ്ടാൾക്കാർ തമ്മിലുള്ള ഡയലോഗ് എക്സ്ചേഞ്ചിനാണ് കോൺവെർസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ക്യാരക്ടേഴ്സ് ആവണം. ഇപ്പൊ മോഹൻലാൽ ഒരു സിനിമയിൽ ഓഡിയൻ ആയിരിക്കും, മറ്റേ സിനിമയിൽ ലൂസിഫർ ആയിരിക്കും, വേറെ സിനിമയിൽ എന്താണ് പോലീസ് ആയിരിക്കും. എല്ലാം എന്താണ് മാറി കളിക്കുന്നുണ്ട് ക്യാരക്ടർ അല്ലെ. സാഗർ ഇലിയാസ്, ജാക്കി അല്ലെ, കാസനോവ എല്ലാം മാറി കളിക്കുന്നത്. അതുപോലെ നിങ്ങളും അവരാവണം, ഡൈനാമിക് ആവാം. അവര് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യരുത്. ഓ നിങ്ങൾ സുഖമാണോ, സുഖം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്ത് നല്ല കഷായം എടുത്ത് കുടിച്ച് കഴിച്ചാൽ അങ്ങനെ എക്സ്ട്രാ സാധനങ്ങളൊന്നും വേണ്ട. പോയിന്റ്സ് ഓരോരോ ഡയലോഗ് ധാരാളം മതി. ഓക്കെ, നോക്കിയേ, ടൈൽ ലീവ്സ് ദ പ്ലേസ് ആൻഡ് ഓൺ ദ വേ ഹി മീറ്റ്സ് എ ബോയ്. ഓക്കെ, നമ്മുടെ കഥയിലാണ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം ഈസ് ഗിവൺ ബിലോ ബട്ട് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അപ്പൊ കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ അവസാനം ഈ കോമ കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യന്റെ ഭാഗം എന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, യു ആർ ദ കോർട്ട് പെയിന്റർ, നീ അല്ലേ കോർട്ട് പെയിന്റർ, നീ ആണ് കോർട്ട് പെയിന്റർ അല്ലേ എന്ന് ചോദിക്കില്ലേ. അപ്പൊ എന്താണ് യു ആർ ദ കോർട്ട് പെയിന്റർ. അപ്പൊ എന്താണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ പറഞ്ഞോ യു ആർ ദ കോർട്ട് പെയിന്റർ മാറ്റിയിട്ട് നമ്മൾ എന്താ നെഗറ്റീവ് ആക്കാം ആർന്റ് യു. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, യു ആർ ദ കോട്ട് പെയിന്റർ, നീ തന്നെയല്ലേ, നീയാണല്ലേ, അങ്ങനെ. അപ്പൊ യെസ് ഐ ആം. പിന്നെ എന്താണ് ഈ ഡയലോഗ് നമുക്കറിയില്ല, ബോയ് പറഞ്ഞത് ഐ പെയിന്റഡ് ദ ബ്യൂട്ടിഫുൾ പിക്ചർ. ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് അല്ലെ വാട്ട് ഡിഡ് യു ഡു നോക്കിയാ വാട്ട് ഡിഡ് യു പെയിന്റ്, എന്താണ് പെയിന്റ് ചെയ്തതെന്ന് ചോദിച്ചു. ഓക്കെ, അത് എഴുതി വെച്ചാൽ അത് ഫുൾ സെന്റൻസ് ആട്ടോ. വാട്ട് ഡിഡ് യു പെയിന്റ് അല്ലെ വാട്ട് ഡു യു ഡു അല്ലെ വാട്ട് ഡിഡ് യു ഡു എന്നൊക്കെ പറയാം. ഓക്കെ, വാട്ട് ഡിഡ് യു പെയിന്റ്. Then I painted a beautiful picture. Will you please teach me the art of painting? Painting പഠിപ്പിച്ചു തരുന്ന ബോയ് ചോദിക്കുന്നു. ടൈൽ പറ sure if you can come with me. എൻ്റെ കൂടെ വരികയാണെങ്കിൽ എന്താ പെയിന്റിംഗ് പഠിപ്പിക്കുക. I will teach you how to paint. I will teach you. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് അല്ല കേട്ടോ, ടീച്ച് യു. എൻ്റെ കൂടെ വരികയാണെങ്കിൽ പഠിപ്പിച്ചു തരാമെന്ന് അല്ലേ. ബോയ് ചോദിക്കുന്നു എന്തോ ചോദിക്കുന്നു. ആൻസർ എന്താണ്, ടൈല് പറയുന്നു യു മേ കം അറ്റ് എനി ടൈം. വെൻ ഷുഡ് ഐ കം എന്നായിരിക്കും കേട്ടോ ചോദിച്ചിട്ടുണ്ടാവുക. വെൻ ഷാൽ ഐ കം, എപ്പോഴാണ് ഞാൻ വരേണ്ടത്, എപ്പോഴും വേണേ വന്നോളാം പറഞ്ഞല്ലേ. വെൻ ഷാൽ ഐ കം. അപ്പം യു മേ കം അറ്റ് എനി ടൈം, വി ഷാൽ മീറ്റ് ടുമോറോ. അപ്പൊ ടൈല് പറയാണ് ഓക്കെ സീ യു എന്ന് പറയാം. ഓക്കെ ഷുവർ സീ യു. സിമ്പിൾ അല്ലേ, ഇത്രേ ഉള്ളൂ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് വരാം. ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. 2019 ടേം 1 ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോ. വില്ലേജറും വെലാസ്കോയും തമ്മിലുള്ള കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ് വെച്ച് ഫിൽ ചെയ്യണം. യു ആർ വെലാസ്കോ, നീ വെലാസ്കോ അല്ലേന്ന് ചോദിക്കാം. അപ്പൊ എന്താണ് ആർന്റ് യു. അപ്പൊ ഓപ്പോസിറ്റ് ഉപയോഗിക്കാം കേട്ടോ. നോക്കിയേ, ആർന്റ് യു. യെസ് ഐ ആം എന്ന് വെലാസ്കോ പറയുന്നത്. അപ്പൊ വില്ലേജർ എന്തോ ആൻസർ പറയും, നമുക്ക് എന്താണ് ചോദ്യം കണ്ടുപിടിക്കണം. യെസ് ഐ ഹാവ് റെഡ് അബൌട്ട് യു. അപ്പൊ എന്താണ് നിന്നെ പറ്റി വായിച്ചിട്ടുണ്ടെന്ന് വില്ലേജർ പറയാം. അപ്പൊ നമ്മളെന്താ വെലാസ്കോ നമ്മളെന്ത് പറയും, എന്നെങ്ങനെ അറിയാം, ഹൗ ഡു യു നോ മീ. ഡു യു നോ മീ എന്നൊക്കെ, ഹൗ ഡു യു അല്ല യെസ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് ഡു യു നോ മീ. അപ്പൊ എന്താണ് യെസ് ഐ ഹാവ് റെഡ് അബൌട്ട് യു ഇൻ ദ ന്യൂസ് പേപ്പർ. അടിപൊളി. ഹൗ ലോങ്, ആൻസർ എന്താണ് ഐ സ്പെൻഡ് 10 days in the sea. അപ്പൊ എന്താണ് ഹൗ ലോങ് ഡിഡ് യു സ്പെൻഡ് ഇൻ ദ സീ. ഹൗ ലോങ് വേർ യു ഇൻ ദ സീ. സിമ്പിൾ. അപ്പൊ ഐ സ്പെൻഡ് 10 days in the sea. അപ്പൊ വില്ലേജർ എന്തോ ചോദിക്കുന്നു, വേർ ആർ യു ഫ്രം. ഐ ആം ഫ്രം അലബാമ. കേട്ടോ, അത്രേ ഉള്ളൂ. ഇവിടെ നിന്നാണ് വേർ ആർ യു ഫ്രം ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ആൻസർ പറയുന്നത് ഐ ആം ഫ്രം അലബാമ. ഓക്കെ, സെറ്റാണല്ലോ. ക്വസ്റ്റ്യൻ ടാഗും കോൺവെർസേഷനൊക്കെ കിട്ടിയല്ലോ. അതേപോലെ ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സിന്റെ കോൺവെർസേഷൻ മൊത്തം നിങ്ങൾക്ക് ഉണ്ടാക്കാം. അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കണം എന്ന് ആവശ്യമൊന്നുമില്ല. ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ. അതിന്റെ ആൻസർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെ വേറൊരു ക്വസ്റ്റ്യൻ, ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ് ഇല്ലേ, മോം ഐ ഡോണ്ട് നോ ബ്ലാബ്ലി ബ്ലൂ 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 ബ്ലൂ. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കോൺവെർസേഷന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. കോൺവെർസേഷൻ കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പ്രിപ്പയർ 5 questions you would like to ask Velasco if you were to interview him. ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞാലോ, വെലാസ്കോനെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് നിങ്ങൾ സർവൈവ് ചെയ്ത്, നിങ്ങൾ തോന്നിയിട്ടുണ്ടോ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ വെലാസ്കോനെ ആൻസർ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻസ് മാത്രം മതി കേട്ടോ. അപ്പൊ ഇന്റർവ്യൂ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ വെലാസ്കോയോട് ചോദിക്കാം, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്, വെരി ഹോപ്പ്ഫുൾ, ജീവിക്കുന്ന ഹോപ്പ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, പേടിയായിരുന്നു, എന്താണ് മരിച്ചു പോകുന്നത് നിങ്ങൾ വിചാരിച്ചു എപ്പോഴെങ്കിലും, പിന്നെന്താണ് അവിടെ നിന്നപ്പോൾ നിങ്ങൾ എന്താണ് തീരുമാനിച്ചത്, ഇനി ഇത് കഴിഞ്ഞിട്ട് വാട്ട് വിൽ യു ഡു ആഫ്റ്റർ സർവൈവിങ്, നിങ്ങളെ പ്ലാൻ ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ഇനി അഡ്വൈസ് ഇത് എന്താണ് വേറെ സീല് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇനി സീല് തിരിച്ചു പോകുന്നൊക്കെ ചോദിക്കാം. അത്രേ ഉള്ളൂ.